ഞാനും സോഷ്യൽ മീഡിയയിൽ കേട്ടാണ് ബിഗ് ബോസിൽ നിന്ന് കിട്ടിയ പണം കൊണ്ടാണ് ഈ വണ്ടി മേടിച്ചത്. സത്യമോ? നമ്മൾ ലോങ് ഡ്രൈവ് പോകുമ്പോഴാണ് ആ ഒരു എക്സ്പീരിയൻസ് കിട്ടുക. അപ്പോൾ ലോങ് ഡ്രൈവ് പോയപ്പോൾ കുറച്ചുകൂടെ ഹൈറ്റിലൊക്കെ ഇരുന്ന് റോഡൊക്കെ നല്ല വിശാലമായിട്ട് കണ്ട് വണ്ടിക്ക് അനുസരിച്ച് നമ്മൾ ഡ്രസ്സ് ചെയ്യാൻ തുടങ്ങി. മമ്മൂട്ടിയുടെ കാര്യം പറഞ്ഞ പോലെ ആൾക്ക് സ്വന്തമായി ഡ്രൈവർ ഉണ്ടെങ്കിൽ പോലും മാറ്റി നിർത്തും. നമ്മൾ ഈ PPF ഇതൊക്കെ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലത്തുള്ള മിസ്റ്റർ ഗുബൂട്ട് എന്ന് പറഞ്ഞ ഷോപ്പിലാണ്. ഇതിപ്പോൾ ആദ്യം ആയതുകൊണ്ട് കുഞ്ഞിനെ നോക്കുന്ന പോലെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇനി വേണം പൊളിക്കാൻ. നൂബിൻ ബ്രോ അതിനകത്തേക്ക് ചെന്ന സമയത്ത് നെവിനോട് ഒരു ക്ലൂ കൊടുത്തിരുന്നു അല്ലേ? വഴക്കുണ്ടാക്കുമ്പോ അവൻ അതല്ല കുറച്ചുകൂടെ കയറ്റി പറഞ്ഞാലോ. നമ്മുടെ എല്ലാവരുടെയും തരംഗമായിട്ടുള്ള ലാലേട്ടൻ മോളെ ഇങ്ങനെ ഡോക്ടർ ബിന്നി എന്ന് ലാലേട്ടൻ വിളിക്കുക. ഇന്ന് നമ്മൾ കൃഷ്ണച്ചാൻസ് ഓട്ടോകളിലൂടെ കാണാൻ പോകുന്ന ഒരു പുതിയ മെഷീനാണ്. അതും താറിൻ്റെ തന്നെ ഏറ്റവും പുതിയ ഫേസ് ലിഫ്റ്റ് ആണ്. ഇതൊരു സ്പെഷ്യൽ വണ്ടിയും കൂടെയാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും പുതിയ താറിൻ്റെ 3 ഡോറിൻ്റെ ഒരു അപ്ഡേഷൻ വന്നുകൂടെയാണ്. വണ്ടി എപ്പോഴും സ്പെഷ്യലാകുന്നത് അത് ഉപയോഗിക്കുന്ന ആൾക്കാർ സ്പെഷ്യലാകുമ്പോഴാണ് അല്ലേ? നമ്മുടെ കുടുംബ വിളക്ക് സീരിയലിലൂടെ ഫേമസ് ആയിട്ടുള്ള നൂബിൻ ജോണി എല്ലാവർക്കും അറിയാവുന്ന ഒരു ആക്ടറും കൂടെയാണ്. അദ്ദേഹം ഒത്തിരി ഫാൻ ബേസ് ഉള്ള ഒരാളും കൂടെയാണ്. അതുപോലെ തന്നെ ഫേമസ് ആയിട്ടുള്ളതാണ്, ബിഗ് ബോസ് ഫെയിം ആയിട്ടുള്ള ഒരാളും കൂടെയാണ് ഡോക്ടർ ബിന്നി. അത് എല്ലാവർക്കും അറിയാം, ബിഗ് ബോസിലൂടെ അറിയാം. മാത്രമല്ല നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ തരംഗമാണ്. നല്ലൊരു ആക്ട്രസും കൂടെയാണ്. ഇവരുടെ വണ്ടിയാണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത്. വളരെ സ്നേഹത്തോടെ അവരെ വെൽക്കം ചെയ്യുകയാണ്. ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഇലക്ട്രിഫൈങ് ആൻഡ് സ്റ്റണ്ണിങ് കപ്പിൾ. വെൽക്കം പ്ലീസ്. വെൽക്കം ടു കൃഷ്ണച്ചാൻസ് ഓട്ടോ വ്ളോഗ്. അപ്പോൾ നമ്മൾ ഏറ്റവും പുതിയ താറിൻ്റെ ഫേസ് ലിഫ്റ്റ് സ്വന്തമാക്കിയിരിക്കുകയാണ്. അതും 3 ഡോറാണ്. എല്ലാവരുടെയും പ്രിയപ്പെട്ട വണ്ടിയാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു മിക്ക സെലിബ്രിറ്റീസും ഇപ്പോൾ താറ് സ്വന്തമാക്കുകയാണ് അല്ലേ? അപ്പോൾ എങ്ങനെ തോന്നിയിട്ടുണ്ട്? ഇപ്പം എത്ര നാളായി വണ്ടി എടുത്തിട്ട്? എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് കഴിഞ്ഞിട്ടൊരു ഒരാഴ്ച കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ഒക്ടോബർ ലാസ്റ്റോടുകൂടിയാണ് എടുക്കുന്നത്. എത്ര കിലോമീറ്റർ ഇപ്പോൾ ഓടിയിട്ടുണ്ട്? ഇപ്പോൾ ഏകദേശം 2600 കിലോമീറ്റർ കഴിഞ്ഞു. 2600 കിലോമീറ്റർ. എവിടെ നിന്നാണ് ഈ വണ്ടി എടുക്കുന്നത്? നമ്മൾ CBC മഹേന്ദ്ര ട്രിവാൻഡ്രത്തു നിന്നാണ് എടുക്കുന്നത്. ഓക്കെ. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ ഉള്ളത് കോട്ടയത്താണ് അല്ലേ? ഒരു ലോങ് ഡ്രൈവ് ഒക്കെ ചെയ്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ ഉറപ്പായിട്ടും വണ്ടിയെക്കുറിച്ച് അതിൻ്റെ ഒരു ഗുണങ്ങളും പോരായ്മകളും ഒരുപോലെ പറഞ്ഞു തരാൻ പറ്റുന്നതും കൂടെയാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ വണ്ടി എടുത്തു, ഇത്ര നാളായി. ഇപ്പോൾ കുറേ അപ്ഡേഷൻസ് ഇപ്പം 3 ഡോറിലേക്ക് വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഫേസ് ലിഫ്റ്റ് വണ്ടികൾക്ക് ഇപ്പം അതിൻ്റെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം 10.25 ഇഞ്ചായിട്ട് അപ്ഗ്രേഡ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ക്യാമറ ഏറ്റവും യൂസ്ഫുൾ ആണ്, റിയർ ക്യാമറ നമ്മുടെ സേഫ്റ്റിയുടെ ഭാഗമായിട്ട്. അതുപോലെ തന്നെയാണ് ഗ്രാബ് റെയിൽസ്, അങ്ങനെ ഇഷ്ടംപോലെ ഓപ്ഷൻസ് വന്നിരിക്കുകയാണ്. എങ്ങനെ തോന്നിയിട്ടുണ്ട് ഇപ്പോൾ ഇത്രയും മാറ്റങ്ങൾ വന്നപ്പോൾ? ഇപ്പോഴത്തെ മാറ്റം എന്ന് പറഞ്ഞാൽ എനിക്ക് മെയിനായിട്ട് തോന്നിയിട്ടുള്ള നമ്മുടെ ഫ്യൂൾ ടാങ്കിൻ്റെ. ഓക്കെ. മറ്റതെന്ന് പറഞ്ഞാൽ നമ്മൾ കീ കൊടുത്ത് വിട്ട് ഒന്നാമത് ഭയങ്കര ചൂടൊക്കെ ആകുമ്പോഴത്തേക്കും ഭയങ്കര പ്രശ്നമായിരിക്കും. അപ്പം നമുക്ക് ഇതാണ് എനിക്ക് ഇതിനകത്ത് ഏറ്റവും മെയിനായിട്ട് വന്നേക്കുന്നത്. അത് ഇതുവരെ ചെയ്യേണ്ടതായിരുന്നു, നേരത്തെ ചെയ്യേണ്ടതായിരുന്നു. അതെ. ഓക്കെ. ഒരു വിന്റേജ് ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും അല്ലേ നേരത്തെ? പക്ഷെ ഇത് വലിയ യൂസ്ഫുൾ ആണ്. അതെ. ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് തൊട്ട് മുമ്പത്തെ വണ്ടിയായിരുന്നു ബുക്ക് ചെയ്ത് വെച്ചത്. ഓക്കെ. അപ്പോൾ എൻ്റെ എന്തോ ഒരു ഭാഗത്തിന് ഞാൻ ബുക്ക് ചെയ്ത് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ പറഞ്ഞു പുതിയ അപ്ഡേഷൻ വരുന്നുണ്ട്, അപ്പോൾ അതെടുത്താൽ പോരെയെന്ന് ചോദിച്ചു. ഞാൻ അതുവരെ അങ്ങനെ ശരി ഓക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനെ വെയിറ്റ് ചെയ്ത് അങ്ങനെ എടുത്തു. ഓക്കെ. ഇത് തികച്ചൊരു സർപ്രൈസ് ആയിരുന്നോ? കാരണം ബിഗ് ബോസിൽ അവിടെ തിരക്ക് പിടിച്ച് ഒരു ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു, നല്ല ഗെയിമിംഗ് ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് വന്നതിന് ശേഷം എങ്ങനെയായിരുന്നു? ഒരു സർപ്രൈസ് തന്നതായിരുന്നു? സർപ്രൈസ് തരാൻ വേണ്ടി പുള്ളി പ്ലാൻ ചെയ്തിരുന്നു. ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വന്നിട്ടുണ്ടായിരുന്നു, നൂബിന് വന്നിട്ടുണ്ടായിരുന്നു ഫാമിലി റൗണ്ടിൽ. അപ്പൊ വന്നപ്പോ ഇങ്ങനെ സൂചിപ്പിച്ചു, നമുക്ക് നമ്മുടെ പഴയ വണ്ടി കൊടുത്തിട്ട് പുതിയൊരു വണ്ടി എടുത്താലോ, താഹ് എടുത്താലോ, ബ്ലാക്ക് പുതിയ ഇറങ്ങുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു നോക്കട്ടെ, പുറത്ത് വന്നിട്ട് ആലോചിക്കാം എന്ന് പറഞ്ഞു. കാരണം അവിടെ വെച്ച് ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല, പ്ലാൻ ചെയ്യാം, പിന്നെ ചെയ്യാം, പിന്നെ അങ്ങനെ പറഞ്ഞു വിട്ടു. പിന്നെ പുറത്ത് വന്ന് കഴിഞ്ഞിട്ട് അപ്പൊ നെവിൻ ഉണ്ടായിരുന്നു കൂടെ. അപ്പൊ നെവിന് ഭയങ്കരമായിട്ട് വാങ്ങിക്കൊടുക്ക് സ്ത്രീയെ, നിങ്ങൾക്ക് ആകെയുള്ളൊരു ഭർത്താവല്ലേ, വാങ്ങിക്കൊടുക്കെന്നൊക്കെ പറഞ്ഞ് ഇതാക്കി. അപ്പൊ കാരണം നൂബിനും കുറെ ഇങ്ങനെ പുറകെ നടന്ന് വാങ്ങിക്കട്ടെ എന്നിങ്ങനെ പറഞ്ഞ് ചോദിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു പുറത്ത് വന്നിട്ട് ആലോചിക്കാം എന്നൊക്കെ പറഞ്ഞു. പിന്നെ പുറത്ത് വന്നതിന് ശേഷമാണ് ഞാൻ അറിയുന്നത് ഓൾറെഡി ബുക്ക് ചെയ്ത് വെച്ചിട്ടാണ് അകത്ത് വന്ന് എൻ്റെ അടുത്ത് ഡ്രാമ കളിച്ചത്. ഞാനേ ഇതിന് മുമ്പ്
ഈ വണ്ടി എടുക്കാനായിട്ട് ഞാൻ ഇവളോട് ചോദിച്ചു. അപ്പൊ അവൾ എന്നോട് പറഞ്ഞു ഇവളങ്ങനെ വണ്ടി മാറുന്നത് അങ്ങനത്തെ സംഭവം ഒന്നും വലിയ താല്പര്യമുള്ള ആളല്ല. അപ്പൊ എന്നോട് പറഞ്ഞു ഇപ്പൊ എന്തിനാ വണ്ടി മാറുന്നത്, അതിന്റെ ആവശ്യമൊന്നുമില്ല. അപ്പൊ എനിക്ക് കറക്റ്റ് വണ്ടി എടുക്കാൻ പറ്റിയ സമയമായിരുന്നു ബിഗ് ബോസിൽ പോയതായിരുന്നു. ഞാൻ പോയി അവിടെ ഫോൺ ഉപയോഗിക്കാൻ പറ്റില്ല. ഇല്ല, ഞാൻ അത് ബുക്ക് ചെയ്തു. അന്ന് തന്നെ എന്റെ വണ്ടി ഞാൻ വിൽക്കായിരുന്ന അന്ന് തന്നെ ഞാൻ ഉദ്ദേശിച്ച വിലയും കിട്ടി. വണ്ടി കൊടുത്ത അന്ന് തന്നെ കൊടുത്തു. അത് ഏത് വണ്ടിയാണ് യൂസ് ചെയ്തത്? ഓൾട്ടിസ് ഇല്ലേ? അപ്പം ആ വണ്ടിയായിരുന്നു. അപ്പൊ അത് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഞാൻ വിചാരിച്ചു തിരിച്ചു വരുമ്പോഴത്തേക്ക് ഒത്തിരി നാൾ കഴിഞ്ഞിട്ടാണല്ലോ നമ്മളെ കാണുന്നത്. അപ്പൊ ആ ഒരു വിഷമത്തിലൊക്കെ വലിയതായിട്ടൊന്നും പറയില്ലല്ലോ. അതായിരുന്നു എന്റെ പ്ലാനിങ്. പക്ഷെ അകത്തുനിന്ന് നെവിൻ ഇച്ചിരി ഒന്ന് പറഞ്ഞ കാരണം ഒന്ന് കുറച്ച് ഓക്കെ ആയിരുന്നു. പിന്നെ പക്ഷെങ്കിൽ എന്നോട് പറയാതെ ബുക്ക് ചെയ്തതിന്റെ പടക്കം എനിക്ക് ഉണ്ടായിരുന്നു. പിന്നെ വന്ന് വണ്ടി കണ്ടു കഴിഞ്ഞപ്പോ എനിക്ക് എല്ലാം അങ്ങ് പോയി. കാരണം വണ്ടി കണ്ടു കഴിഞ്ഞപ്പോ ഭയങ്കര ഹാപ്പിയായി. കാരണം നമ്മള് ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു സ്വന്തമായിട്ട് പുതിയൊരു വണ്ടി വാങ്ങിക്കണം എന്നുള്ളത്. ഇപ്പൊ ന്യൂബിൻ്റെതായാലും സെക്കൻഡ് ആയിരുന്നു വാങ്ങിച്ചത്. ഞാനിപ്പോ ഒരു വണ്ടി എടുത്തായിരുന്നു സെക്കൻഡ് ആയിരുന്നു. കാരണം ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ലൂ എന്നുള്ള രീതിയിൽ ബഡ്ജറ്റ് ഒക്കെ കുറച്ച് ഇതാക്കുന്ന രീതിയിൽ അങ്ങനെ വിചാരിച്ചത്. പക്ഷെ പുതിയൊരു വണ്ടി എടുക്കണം എന്നുള്ള കുറെ നാളത്തെ ആഗ്രഹമായിരുന്നു. അപ്പൊ അങ്ങനെ ആഗ്രഹിച്ച വണ്ടി തന്നെ എടുത്തപ്പോ ഭയങ്കര സന്തോഷം. വണ്ടി എടുത്ത അന്നുണ്ടല്ലോ ഇവൾക്ക് ഭയങ്കര ഫോട്ടോയും റീലൊക്കെ എടുക്കാൻ ഭയങ്കര താല്പര്യം ഒരാളാണ്. പക്ഷെ ആൾക്ക് അന്ന് ഫോട്ടോ എടുക്കണ്ട, വണ്ടി ഓടിക്കണം. അങ്ങനെയായിരുന്നു. അന്ന് ഇറങ്ങി അന്ന് തന്നെ വണ്ടിയൊക്കെ ഓടിച്ച് ഹാപ്പി. പല ആൾക്കാരും പറഞ്ഞുണ്ടാക്കുന്ന ഒരു സംഗതി ഞാനും സോഷ്യൽ മീഡിയയിൽ കേട്ടാണ്, ബിഗ് ബോസിൽ നിന്ന് കിട്ടിയ പണം കൊണ്ടാണ് ഈ വണ്ടി മേടിച്ചത്. സത്യമാണ്? ചേട്ടാ ഞാൻ ഇപ്പൊ പറഞ്ഞില്ലേ എന്റെ വണ്ടി കൊടുത്തു. എനിക്കൊരു കോൺഗ്രസ് ഉണ്ടായിരുന്നു. അപ്പം അത് ഇവള് കുറേ നാളായിട്ട് അടിയായിരുന്നു. അപ്പൊ അതെനിക്ക് കൊടുക്കാൻ ഒരു അത്രയും പഴയ വണ്ടി 87 മോഡലാ. അപ്പൊ ഞാൻ അവസാനം നമുക്ക് അവിടെ പാർക്കിങ്ങിന് സ്ഥലമില്ല. വേറെ സ്ഥലത്ത് കൊണ്ടിട്ട് അവസാനം ആ വണ്ടി നശിക്കാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോ ഞാൻ എന്റെ ഈ 2 വണ്ടിയും കൂടെയും കൊടുത്തിട്ടാണ് ഇതെടുത്തത്. അല്ലാതെ ബിഗ് ബോസ് അല്ല. പക്ഷേ അത് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി വന്ന ഉടനെ ഞാൻ ആദ്യം ചെയ്ത വീഡിയോ വണ്ടി ഇറക്കിക്കൊണ്ട് വരുന്ന ഒരു വീഡിയോ റീലാണ് ചെയ്തത്. അപ്പം എല്ലാവരും വിചാരിച്ചു ആൾക്കാർക്ക് ഇതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയില്ല. എല്ലാവരും ഭയങ്കര ജഡ്ജ്മെന്റലാണ്. എന്തെങ്കിലും ഒന്ന് കണ്ടു കഴിഞ്ഞാൽ അങ്ങനെയാന്ന് ഊഹിച്ചോളും. അപ്പം ബിഗ് ബോസിൽ നിന്ന് കഴിഞ്ഞ് വന്ന് ഇറക്കിയപ്പം എല്ലാവരും വിചാരിച്ചു ബിഗ് ബോസിൽ നിന്ന് പേയ്മെന്റ് കിട്ടി. പക്ഷെ ശരിക്കും പേയ്മെന്റ് ഒക്കെ കിട്ടാൻ ഭയങ്കര ഡിലേ ഉണ്ട്. അതൊന്നും വരുന്നേ ഉള്ളൂ. ഈ യൂട്യൂബില് ആൾക്കാർ എന്തെങ്കിലും ഇട്ട് അതാണല്ലോ സത്യം. അത് മാത്രമല്ല ഇവൻ കിട്ടിയ പോലെ ഞാൻ വണ്ടി എടുക്കില്ല. എന്റെ പ്ലാൻ വേറെയാ. ഇത് നൂബിന്റെ വണ്ടി കൊടുത്തിട്ട് ആ പേയ്മെന്റിന് എടുത്തതാണ്. അടിപൊളി. ഇപ്പൊ എന്തൊക്കെയാണ് ആൾക്കാർ ഓരോന്ന് പറഞ്ഞുണ്ടാക്കാന്നുള്ളതാണ്. ഇതാണ് റിയൽ സ്റ്റോറി. ഇപ്പോൾ എല്ലാവരും വിചാരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സോഷ്യൽ മീഡിയ എന്താണ് ഇട്ടോ അതാണ് ലൈഫ് എന്നാണ് കരുതുക. പക്ഷെ അതിന്റെ ഒരു സത്യാവസ്ഥയാണ് പറഞ്ഞു തന്നത്. അവരെ സംബന്ധിച്ചോളം അവർക്ക് എന്തെങ്കിലും റീച്ച് മാത്രമേ ഉള്ളൂ. അവരെന്തെങ്കിലും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ അവർക്ക് റീച്ച് കിട്ടുന്ന രീതിക്ക് എന്തെങ്കിലുമൊക്കെ പോസ്റ്റ് ചെയ്യും. അപ്പോഴത്തേക്കും ബാക്കിയുള്ള ആൾക്കാർ വിശ്വസിക്കും. അതെ, കറക്റ്റ്. അപ്പോൾ വണ്ടിയുടെ കേസിലേക്ക് വരാം. അപ്പോൾ നൂബിൻ പറഞ്ഞ പോലെ തന്നെ ആദ്യം താറ് കിട്ടിയപ്പോൾ വണ്ടി ഓടിക്കാൻ തോന്നിയെന്നുള്ളതാണ് പറഞ്ഞത്. ആ ഫസ്റ്റ് ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണോ? ഞാൻ വിചാരിച്ചത് വലിയൊരു വണ്ടി നമ്മളെ സംബന്ധിച്ച് നോക്കുമ്പോൾ നല്ല വലിപ്പമുള്ള ഒരു വണ്ടി. എൻ്റേതൊരു ബലേനോവാ. ഞാൻ എൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ അങ്ങ് പോയിക്കൊണ്ടിരിക്കുന്നത്. വലിയൊരു വണ്ടി അതിൽ കയറി ഇരുന്നിട്ട് ഡ്രൈവ് ചെയ്യുമ്പോൾ അത് മാനുവലും കൂടെയാണ്. അപ്പം ഡ്രൈവ് ചെയ്യുമ്പോൾ എന്തോ ഭയങ്കര ഹെവി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു വിചാരിച്ചു. പക്ഷെ ഇത് ഭയങ്കര സ്മൂത്ത് ആയിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വണ്ടി ഓടിക്കുന്നതിൽ സ്മൂത്ത് ആയിട്ടായിരുന്നു ഈ വണ്ടി പോകുന്നതും. ഡ്രൈവ് ചെയ്യാനൊരു സുഖം ഉണ്ടായിരുന്നു. ഭയങ്കര ഒരു കംഫോർട്ട് സുഖം ഉണ്ടായിരുന്നു ഇരിക്കാനും എല്ലാത്തിനും. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പൊ ഞാൻ പറഞ്ഞു ഇനിയൊക്കെ ഞാൻ കുറച്ചുകൂടെ ഒന്ന് മാനുവൽ അധികം ഓടിക്കാറില്ല, വല്ലപ്പോഴും ഓടിക്കത്തുള്ളൂ. അപ്പൊ ഓടിച്ച് കൊറോള ഞാൻ മുമ്പ് ഓടിക്കും. അപ്പം അതിനൊക്കെ ആകുമ്പോൾ എനിക്ക് കാലെത്തത്തില്ല, കുറച്ച് പ്രശ്നമുണ്ട്. പിന്നെ കുറെ പ്രഷറൊക്കെ കൊടുക്കണം, ഹൈറ്റിന്റെ പ്രശ്നമുള്ളതുകൊണ്ട്. പക്ഷെ ഇതങ്ങനെയൊന്നുമില്ല, ഇത് കുറെ കൂടെ എളുപ്പമാണ്. അതുപോലെ തന്നെ നമുക്ക് ഒരു വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഷുവറായിട്ട് ഒരു കോ ഡ്രൈവറായിട്ട് ഇരിക്കും ഇല്ലേ? ആ കോ ഡ്രൈവറായിട്ടിരിക്കുമ്പോഴും അല്ലെങ്കിൽ ഒരു 3rd റോ സീറ്റിലിരിക്കുമ്പോഴും ഉള്ള ഫീൽ എങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു? കൂടുതലും നമ്മൾ ലോങ് ഡ്രൈവ് പോകുമ്പോഴാണ് ആ ഒരു എക്സ്പീരിയൻസ് കിട്ടുക. അപ്പോൾ ലോങ് ഡ്രൈവ് പോയപ്പോൾ എന്താ പറയുക, കുറച്ചുകൂടെ ഹൈറ്റിലൊക്കെ ഇരുന്ന് റോഡൊക്കെ നല്ല വിശാലമായിട്ട് കണ്ട് എന്താ പറയുക, നമ്മൾ ആനപ്പുറത്തൊക്കെ ഇരുന്ന് പോകുന്നൊരു ഫീലില്ലേ, ശരിക്കും പറഞ്ഞാൽ അതാണ്, അങ്ങനെ ഒരു ഫീലാണിത്. പിന്നെ എന്താ പറയുക, പുതിയ വണ്ടിയും കൂടി ആയതുകൊണ്ട്
ആളുകൾ ശ്രദ്ധിക്കും. വണ്ടി താർ എന്ന് പറയുമ്പോൾ ഞാനും പണ്ട് മുതലേ ഇങ്ങനെ പോകുമ്പോൾ നോക്കുന്ന ഒരു വണ്ടിയാണ്. അപ്പം അങ്ങനെ ഒരു ശ്രദ്ധിക്കും. പിന്നെ നമ്മൾ ഇത് വണ്ടിക്ക് അനുസരിച്ച് നമ്മൾ ഡ്രസ്സ് ചെയ്യാൻ തുടങ്ങി വണ്ടിയിൽ പോകുമ്പോൾ അത്രയും കോൺഷ്യസ് ആവും. അപ്പോൾ വണ്ടിയിൽ യാത്ര ചെയ്യുന്നത് ഒരു എക്സ്പീരിയൻസ് ആണ്. ഒരു വ്ലോഗ് എടുക്കുമ്പോഴായാലും നമുക്ക് ഒരു ഭയങ്കര ഹാപ്പി മോഡാണ്. ഇരിക്കുമ്പോഴും ഭയങ്കര കംഫർട്ടും എല്ലാമാണ്. കോ പാസഞ്ചർ എന്നുള്ള നിലയിൽ ഭയങ്കര കംഫർട്ടാണ്. ഓക്കെ, അടിപൊളി. ഇനി നോവിൻ ബ്രോയിലേക്കാണ്. ഒരു വണ്ടി ഇതുപോലെ കോണ്ടസ, ഓൾട്ടിസ് വണ്ടികളൊക്കെ എടുക്കുന്ന അത്യാവശ്യം ഒരു കാർ എന്തൂസിയാസ്റ്റിക് ആയിട്ടുള്ള ഒരാളാവും. അങ്ങനെ ഒരു ആൾക്ക് അതെ ഭ്രാന്തനാണ്. ഓക്കെ, അപ്പോൾ ഈ വണ്ടി ഭ്രാന്തനായിട്ടുള്ള ആള് ഈ വണ്ടി ഓടിക്കുമ്പോൾ അറിയാം സ്റ്റിയറിങ്ങിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വന്നിരുന്നു എന്നുള്ള ഒരു ഡിസ്കഷൻ നമ്മൾ ചെയ്തിരുന്നു. അതുപോലുള്ള കുറേ ചേഞ്ചസ് ഇപ്പോൾ വന്നല്ലോ. അപ്പോൾ അതിന് എടുത്തു പറയാൻ എനിക്ക് ഏറ്റവും ഹാപ്പിയാണെന്ന് പറയുന്നത് ഫ്യൂൽ ലിഡ് ഓപ്പണിങ്ങിൻ്റെ കേസ് പറഞ്ഞ പോലെ തന്നെ സ്റ്റിയറിങ്ങിനെ കുറിച്ച് അങ്ങനെ അതിൻ്റെ ഒരു കംഫർട്ടിനെ കുറിച്ചൊക്കെ എന്താ പറയുക? ഇതിപ്പം നമുക്ക് നേരത്തെ പറയുമായിരുന്നു ഈ താറൊക്കെ ഓടിച്ച് കഴിയുമ്പോൾ കുറേ കഴിയുമ്പോൾ മടുക്കുമെന്നുള്ളത്. പക്ഷെ എനിക്ക് ഇത് അങ്ങനത്തെ യാതൊരു പ്രശ്നവും വന്നിട്ടില്ല. ഓക്കെ, കണ്ടിന്യൂസ് എത്ര ദൂരം ഡ്രൈവ് ചെയ്തു? ഞാൻ മൂന്നാർ വരെയൊക്കെ പോയിട്ടുള്ളൂ. ഓക്കെ, എൻ്റെ വീട് അവിടെയാണ്. വീട് മൂന്നാർ, രാജക്കാട് എന്ന് പറയും, മൂന്നാർ അടുത്ത്. ഓക്കെ, അപ്പം നമ്മൾ അത്ര പോയിട്ടുള്ളൂ. പക്ഷെ നമുക്ക് അങ്ങനത്തെ യാതൊരു ബുദ്ധിമുട്ടും അങ്ങനത്തെ ഒന്നുമില്ല. ഇല്ല, വന്നിട്ടില്ല. ഇല്ല. പിന്നെ സ്റ്റിയറിംഗിന്റെ ആ ഒരു ഫീലും, സ്റ്റിയറിംഗ് ഒക്കെ ഭയങ്കര സ്മൂത്ത് ആണ്. ഓക്കെ, അപ്പം കൂടുതലും ഡ്രൈവറായിട്ടാണ് എപ്പോഴും അല്ലേ? അതാണ് ഇഷ്ടം. മമ്മൂട്ടിയുടെ കാര്യം പറഞ്ഞ പോലെ ആൾക്കൊരു സ്വന്തമായിട്ട് ഡ്രൈവർ ഉണ്ടെങ്കിൽ പോലും മാറ്റി നിർത്തും. ഞാൻ ഓടിക്കാന്ന് പറഞ്ഞല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലവരങ്ങനെയാണ്. വണ്ടിയെ ഇഷ്ടമുള്ളവർ അവർ ഡ്രൈവ് ചെയ്തുകൊണ്ടേയിരിക്കും. ശരിയല്ല. വണ്ടി നമ്മൾ എടുത്തു, ഇവിടം വരെ എത്തി, കുറേ വർക്കുകൾ. ഇപ്പം ഞാൻ നേരത്തെ നോവിൻ ബ്രോനെ കോണ്ടാക്ട് ചെയ്തു. ആ സമയത്ത് വണ്ടി കുറേ വർക്കുകൾക്ക് വേണ്ടി കയറ്റിയിരിക്കുകയാണ് അല്ലേ? അപ്പോൾ എന്തൊക്കെ വർക്കാണ് ചെയ്തത്, ഇനി ഓൾട്രേഷൻസ് ചെയ്തത്, അതിനെക്കുറിച്ച് ഒന്ന്. നമ്മളതിന് ഒത്തിരി ഒന്നും ചെയ്തില്ല. PPF ഒട്ടിച്ചു അന്ന് ചേട്ടൻ വിളിച്ചപ്പം, അതായിരുന്നു ചെയ്തത്. പിന്നെ ഗ്രില്ല്, ബമ്പർ, ഹെഡ്ലൈറ്റ് അത് മാറി. പിന്നെ ഇതുണ്ട് ഈ ടയറിൽ. ഓക്കെ, അലോയ് ചേഞ്ച് ചെയ്തതല്ല, അതൊരു കാർബൺ ഡിപ്പിംഗ് എന്ന് പറയും. നമുക്ക് ഇങ്ങനെ ഒരു പാറ്റേൺ അവര് അതിൽ ഡിപ്പ് ചെയ്ത് ഈ ഒരു പാറ്റേൺ ഇംപ്രിന്റ് ചെയ്തെടുക്കുന്നതാണ്. ചേഞ്ച് ചെയ്തതല്ല. ഇത് 2 ദിവസം ഉണക്കാനൊക്കെ എന്തോ വെക്കണം. അത് കട്ട് ചെയ്ത് അങ്ങനെ വെക്കും. പിന്നെ PPF ചെയ്യുന്നിടത്തുനിന്ന് തന്നെ ചെയ്ത്. അപ്പൊ PPF ഒക്കെ ഇപ്പൊ നമ്മൾ ഇങ്ങനത്തെ വണ്ടിയൊക്കെ ആകുമ്പോൾ നമ്മള് നല്ല രീതിയിൽ കെയർ ചെയ്യണം. ബ്ലാക്ക് ആകുമ്പോഴത്തേക്കും അത് ഉറപ്പായിട്ടും ചെയ്യാണല്ലോ. ഓക്കെ, ഇത് ഞാൻ പറയുവാണെങ്കിൽ ഈ സാധനം ഇപ്പൊ എന്നോടുണ്ടല്ലോ ഒത്തിരി പേര് ചോദിച്ചു അലൈവിയിൽ മാറിയോന്ന്. അതെ, എനിക്കും തോന്നി. ഇത് സെയിം അലൈവില. ഓക്കെ, ഇതുണ്ട്, നല്ല വ്യത്യാസമുണ്ട് ഉറപ്പായിട്ടും. ഇത് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളിൽ കോസ്റ്റ്, ഏകദേശം ഒരു കോസ്റ്റ് കറക്റ്റ് എക്സാക്റ്റ് ഓർക്കുന്നില്ല എന്ന് എനിക്കറിയാം. എന്നാൽ പോലും ഏകദേശം ഫിഗർ ഒന്ന് നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട്. നമ്മൾ ഈ PPF ഇതൊക്കെ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലത്തുള്ള മിസ്റ്റർ ഗുബൂട്ട് എന്ന് പറഞ്ഞ ഷോപ്പിലാണ്. അവർ വർഷങ്ങളായിട്ട് ഇതിനു വേണ്ടി നല്ല എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ്. നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അവർ വഴി കണക്ട് ആയി പോയതാണ്. ഫീഡ്ബാക്ക് കിട്ടി തന്നെ പോയതാണ്. അപ്പോൾ അവർ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുകയും ചെയ്തു. ഇത് അത്യാവശ്യം അല്ലേ 80 രൂപ ആവും. 80,000 rupees. അപ്പം പിന്നെ നമ്മുടെ ബമ്പറിന് 27,500 ആവും. ഗ്രില്ല് 7,500 സംതിങ് വരും. പിന്നെ ഹെഡ്ലൈറ്റ് 12 തോന്നുന്നു. പിന്നെ നമ്മൾ ഇത് ചെയ്തതിന് ഒരു അലയ്ക്ക് 7 രൂപ അടുത്ത് വരും. കാർബൺ ആക്കാനായിട്ട് പെർ വീലിന് 7,000 രൂപയോളം വരും. അപ്പൊ 4 എണ്ണം വരുമ്പോ അത്ര 5 എണ്ണം വരും. 5 എണ്ണം. ശരി. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഏകദേശം കോസ്റ്റ് വരുന്നത്. നിങ്ങൾ ആരുടെയും ഓൾട്രേഷൻ വർക്ക് നോക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കോൺടാക്ട് ചെയ്യാം. താഴെ നമ്പർ കൊടുത്തേക്കാം. ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാമെന്നും മനസ്സിലായല്ലോ. അപ്പോൾ വണ്ടിയുടെ പവറിനെ കുറിച്ചാണ്. 1.5 ലിറ്റർ എഞ്ചിനാണ്, ഡീസൽ എഞ്ചിനാണ്, 130 bhp, 300 Nm ടോർക്ക്. അത്യാവശ്യം പവർഫുള്ളാണ്. വണ്ടി പൊളിച്ച് പോയിട്ടുണ്ടോ? ഞാൻ മാക്സിമം ഒരു 80 കിലോമീറ്ററൊക്കെ പോയിട്ടുള്ളൂ മാക്സിമം. ഇതിപ്പോൾ ആദ്യം ആയതുകൊണ്ട് കുഞ്ഞിനെ നോക്കുന്ന പോലെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇനി വേണം പൊളിക്കാൻ. മറ്റേ വണ്ടിയായിരുന്നെങ്കിൽ നല്ല. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഈ താറൊക്കെ നമ്മൾ അങ്ങനെ ഭയങ്കര സ്പീഡിൽ പോകേണ്ട ഒരു വണ്ടിയല്ല. അത് നമ്മൾ നൈസായിട്ടൊരു ഡ്രൈവൊക്കെ ചെയ്ത് പോകാനുള്ളൊരു വണ്ടിയാണ്. പീസ്ഫുൾ ആയിട്ട് അത്രേ ഉള്ളൂ. അല്ലാതെ ഭയങ്കര 100, 110 അങ്ങനത്തെ ഒരു വണ്ടിയല്ല. നമ്മുടെ പുതിയ മാറ്റങ്ങളായിട്ടുള്ള ഡോർ സൈഡ് പവർ വിൻഡോ, അതുപോലെ തന്നെ നമുക്ക് ബാക്കിൽ റിയർ ക്യാമറ വന്നിരിക്കുകയാണ്, റിയർ AC വന്നിരിക്കുകയാണ്. ഇത് നമ്മുടെ യാത്രാ സുഖത്തിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് അല്ലേ റിയർ AC? അല്ലേ? അത് ഗുണകരമായിട്ട് തോന്നിയിട്ടില്ല. അതെ, പിന്നെ എനിക്കിപ്പം കുറച്ച് തണുക്കുമ്പോൾ നൂബിന് കുറച്ച് തണുപ്പ് കൂളിംഗ് കൂടുതൽ വേണം. എനിക്ക് അത്ര വേണ്ട. അപ്പം ഞാൻ അത് അഡ്ജസ്റ്റ് ചെയ്യും. അതുപോലെ തിരിച്ചു
നമുക്കറിയില്ല, ലൈക്ക് ഓട്ടോമാറ്റിക്കലി പോലും ചിലപ്പോൾ അഡ്ജസ്റ്റ് ആവാറുണ്ട്. ഈ ഒരു കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഡോർ സൈഡിലുള്ള പവർ വിൻഡോ, റിയർ ക്യാമറ, അതൊക്കെ എത്രത്തോളം അനുഗ്രഹമായിട്ട്? അത് ശരിക്കും നല്ലതാണ്. കാരണം നമ്മൾ എക്സ്ട്രാ ക്യാമറയൊക്കെ വെക്കുമ്പോൾ ഇത് എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്, അപ്പോൾ അവർ കമ്പനിയിൽ നിന്ന് തന്നെ വെച്ചേക്കുന്ന ക്യാമറയ്ക്ക് നല്ല ഒരു ക്ലാരിറ്റി ഒന്നും ഇല്ല. എനിക്ക് അത് അത്ര ഒരു സെറ്റ് ആയിട്ടില്ല. ഇതെന്ന് പറഞ്ഞാൽ നല്ല പക്കയാണ്. ഇത് കമ്പനിയിൽ നിന്ന് തന്നെ കിട്ടുന്നതുകൊണ്ട് പെർഫെക്ഷൻ ഉണ്ട്. അടിപൊളിയായിട്ടുണ്ട്. ഇതെല്ലാം പക്കയാണ്. പിന്നെ നമ്മുടെ ഇതാണേലും അതെ, പിന്നെ സെൻറ്ററിൽ പോയി ഇത് പൊക്കാനും താത്താനൊക്കെ നിൽക്കുന്നത് നമുക്ക് കറക്റ്റ് അല്ലേ? ഇങ്ങോട്ട് വെച്ച കാരണം നമുക്ക് അതാണ് നല്ലത് എന്താണേലും. ഓക്കെ, അപ്പോൾ അറിയാം വണ്ടി ഞാൻ കുളിക്കുന്നു എന്നൊക്കെ ചോദിച്ചിരുന്നു. പക്ഷെ എന്നാൽ പോലും എല്ലാവരുടെയും ഒരു കൺസേൺ, നമ്മളിവിടെ മലയാളിയാണ്, മലയാളികളുടെ ഏറ്റവും വലിയ കൺസേൺ എന്താണ്? മൈലേജ്. എത്ര മൈലേജ് കിട്ടുന്നുണ്ട് ഇപ്പോഴത്തെ ഒരു സമയം? എനിക്ക് മൈലേജ് 17 വരെ കിട്ടിയിട്ടുണ്ട്. ഏറ്റവും കുറവ് 13.8 അങ്ങനെ എത്രയും കണ്ട. സിറ്റിയിൽ പോകുമ്പോഴാണ് പൊതുവെ അത്ര. അല്ലേ? അതെ അതെ. ഓൾറൈറ്റ്. അപ്പം സർവീസ് കഴിഞ്ഞിരുന്നു? ആദ്യത്തെ ഒരു ഫസ്റ്റ് സർവീസ് കഴിഞ്ഞു. ഓക്കെ, ഫസ്റ്റ് സർവീസ് കഴിഞ്ഞിട്ടും ഈ ഒരു മാക്സിമം മൈലേജ് കിട്ടുന്നത് 18. ഓൾറൈറ്റ്. അപ്പോൾ നമ്മൾ ഈ ദൂര യാത്രയൊക്കെ പോകുന്ന സമയത്ത് മിക്കവാറും ആൾക്കാർ ഫേസ് ചെയ്യുന്ന ഒരു ട്രബിളാണ്. നമ്മൾ ഇതിനകത്ത് ഗൂഗിൾ മാപ്പൊക്കെ വെക്കും. അതുപോലെ ആൻഡ്രോയിഡ് ഇപ്പോൾ എല്ലാവരുടെയും കയ്യിൽ പൊതുവെ നല്ല നല്ല ഫോണുകളുണ്ട്. സാംസങ്, ആപ്പിൾ കാർപ്ലേ ഒക്കെ വരുന്നുണ്ട്. നമ്മൾ ഈ ഇതിലേക്ക് ഇട്ട് പോകുന്ന സമയത്ത് എപ്പോഴേലും ഫോൺ ഡിസ്കണക്റ്റ് ആയി പോവുക, അല്ലെങ്കിൽ മാപ്പ് ക്രാഷായി പോവുക, അങ്ങനെ എന്തെങ്കിലും അതിനെക്കുറിച്ച് തോന്നിയിട്ടുണ്ട്? ഇല്ല, അങ്ങനെയൊന്നും തോന്നിയിട്ടൊന്നുമില്ല. ഇതുവരെ തോന്നിയിട്ടില്ല. ഇല്ല, അപ്പം ഫോണൊക്കെ ആയിട്ട് കണക്ട് ചെയ്യും, നല്ല അതിൻ്റെ ഇൻഫർടൈൻമെന്റ് സിസ്റ്റം ഒക്കെ നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നു. അതെ അതെ, അടിപൊളിയായിട്ടുണ്ട്. ഓക്കെ, ഇത് ഈ വരുന്ന മോഡലിന്, വണ്ടിയുടെ മോഡല് പറഞ്ഞല്ലോ, എനിക്ക് ടോപ്പ് എൻഡ് ആണോ? അതെ അതെ, ടോപ്പ് എൻഡ് ആണ്. ഏകദേശം ഓൺ റോഡ് പ്രൈസ് എത്രയായിട്ടുള്ള? ഞാൻ അന്ന് എടുത്തപ്പം 1459 ആയിരുന്നു. അത് ഓൺ റോഡ് ഇറങ്ങി ഫുള്ള്. അത് മറ്റേ നമുക്ക് ഈ നമ്മുടെ ഇൻഷുറൻസ് എടുക്കുമല്ലോ, അപ്പം ടയറിനും കൂടിയും കൂട്ടി ഇൻഷുറൻസ് എടുത്തിട്ടാണ് 1459. റേറ്റ് കുറഞ്ഞായിരുന്നല്ലോ. ടാക്സിന്റെ എന്തോ 160. ഫ്രണ്ട് എടുത്തത് എത്രയായിരുന്നു? അവനെടുത്തപ്പോൾ 16 അത്രയും ഉണ്ട്. എനിക്ക് ഏതാണ്ട് 160. അത് എല്ലാം കൂടി എനിക്ക് ഭയങ്കര തെക്കായി. ആ ഒരാഴ്ച കൊണ്ടാണ് എല്ലാം മാറിയത്. അല്ലെങ്കിൽ ആ മറ്റേ വണ്ടിക്ക് അത്രയും റേറ്റ് കൊടുത്ത് എടുക്കേണ്ടി വന്നേനെ. ഇതിനെ സഹായിച്ചത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അല്ലേ, ഞാൻ ബിഗ് ബോസ് ഇപ്പോൾ ചോദിക്കുകയും പറയാൻ വേണ്ടായിരുന്നു. ടാക്സ് കുറഞ്ഞു, ലാഭത്തിന് കിട്ടിയതുകൊണ്ട് എടുത്തു എന്ന് പറയാം. അതെ. ഒരു റീ എൻട്രി ആയ സമയത്താണോ നേരത്തെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്? എനിക്ക് തോന്നുന്നത് നൂബിൻ ബ്രോ അതിനകത്തേക്ക് ചെന്ന സമയത്ത് നെവിനോട് ഒരു ക്ലൂ കൊടുത്തിരുന്നു അല്ലേ? ശരിക്കും പറഞ്ഞാൽ ഈ വണ്ടി ഒരു സപ്പോർട്ടായിട്ട് നെവിനും കൂടെ ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു അല്ലേ? അവനോട് ഞാൻ ബുക്ക് ചെയ്തു എന്ന് ഞാൻ പറഞ്ഞില്ല. കാരണം ഞാൻ വിചാരിച്ചു ബിഗ് ബോസ് അല്ലേ, ഇവര് വഴക്കുണ്ടാക്കുന്ന സമയത്തൊക്കെ വല്ല വിളിച്ചു പറഞ്ഞാലോ, അവൻ നിന്റെ കെട്ടിയോ നിന്നോട് പറയാതെ പോയി വണ്ടി എടുത്തതെന്നല്ലോ. അപ്പൊ അത് കാരണം ഞാൻ അത് പറഞ്ഞില്ല. എടാ ഇങ്ങനെ ആഗ്രഹമുണ്ട് നീ എന്ന്. പക്ഷെ അവനോട് പറഞ്ഞായിരുന്നെങ്കിൽ അവൻ വഴക്കുണ്ടാക്കിയില്ല. കാരണം ഇവരാണ് അവരെ ഏറ്റവും നല്ല കമ്പനി. ഞാൻ വഴക്കുണ്ടാക്കുമെന്ന് തോന്നുന്നില്ല അതിനകത്ത്. അങ്ങനെ ഒരു അപ്പൊ അന്നേരം നമുക്കറിയില്ലായിരുന്നല്ലോ. അപ്പം പുള്ളിയോട് ഞാൻ പറഞ്ഞു ലെവിന്റെ കാര്യമായിട്ട് അങ്ങനെ പറയാൻ പറ്റത്തില്ല. അവന് അത് ശരിയാണ്, വഴക്കുണ്ടാക്കുമ്പോ അവൻ അതല്ല കുറച്ചുകൂടെ കേറ്റി പറഞ്ഞാലോ. നിന്നോട് പറയാത്ത പല രഹസ്യങ്ങളും നിന്റെ കെട്ടിയത് എന്നോട് പറഞ്ഞിടുന്നു. കാരണം ഞങ്ങളുമായിട്ട് ഇപ്പൊ ഭയങ്കര ക്ലോസാ, എല്ലാ ദിവസവും വിളിക്കും. അപ്പം ഇന്നാണെങ്കിൽ ഇവിടെ വരായിരുന്നതായിരുന്നു. അവൻ ഈ വണ്ടി ഡ്രൈവ് ചെയ്തായിരുന്നു കൊച്ചി ടു ട്രിവാൻഡ്രം. ഞങ്ങൾ വന്നപ്പോൾ അവനാണ് ഡ്രൈവ് ചെയ്തത്. അവൻ അടിപൊളിയായിട്ട് ഡ്രൈവ് ചെയ്തു, അവന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ അപ്പോഴാണ് നമ്മൾ അവനൊരു വണ്ടി എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ ഡിസ്കഷനും എല്ലാം അപ്പോഴാണ് ചെയ്തത്. അപ്പോൾ എന്തായാലും ബിഗ് ബോസിൽ ചെന്നു ഒത്തിരി ആൾക്കാർ, അതിലേക്കൊന്നും ഞാൻ വരുന്നില്ല. എന്നിരുന്നാൽ പോലും നമ്മുടെ എല്ലാവരുടെയും തരംഗമായിട്ടുള്ള ലാലേട്ടൻ നമ്മളെ ഇങ്ങനെ സാറുണ്ടല്ലോ. അപ്പോൾ എങ്ങനെയുണ്ട് ലാലേട്ടനായിട്ടുള്ള എക്സ്പീരിയൻസ്? ശരിക്കും ബിഗ് ബോസിൽ പോകണം എന്താ റീസൺ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് വരുന്നൊരു കാര്യമാണ് ലാലേട്ടനെ കാണാൻ പറ്റും. കാരണം അതൊട്ടും അത്ര ഈസി ആയിട്ട് ആക്സസബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല ലാലേട്ടനെ കാണുക എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും വലിയൊരു ഡ്രീമായിരുന്നു ആസ് ആൻ ആർട്ടിസ്റ്റ്, അപ്കമിങ് ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ ഇത്ര കുറച്ച് സമയം കൊണ്ടേ നമ്മൾ ആഗ്രഹിച്ച ഒരാളുടെ അടുത്ത്, നമ്മൾ റോൾ മോഡലായിട്ട് കാണുന്ന ഒരാളുടെ അടുത്ത് സംസാരിക്കാൻ പറ്റുക എന്നൊക്കെ പറയുന്നത് അതൊരു വലിയ മൊമെൻ്റ് ആയിരുന്നു. അപ്പോൾ കുന്നിക്കുരുവോളം ആഗ്രഹിച്ചാൽ കുന്നോളം കിട്ടുമെന്ന് പറഞ്ഞ പോലെ അതുപോലെ തന്നെ കിട്ടി. അപ്പോൾ ലാലേട്ടനായിട്ട് ഓരോ വീക്കെൻഡും ലാലേട്ടനുമായിട്ട് സംസാരിക്കാൻ പറ്റുക, നമ്മുടെ പേര് വിളിക്കുക,
അതാണ് ഡോക്ടർ ബിന്നി എന്ന് ലാലേട്ടൻ വിളിക്കുക. അപ്പോൾ അതൊക്കെയാണ് ബിഗ് ബോസിൽ പോയതുകൊണ്ട് നേടിയെടുക്കാൻ പറ്റിയ കാര്യങ്ങൾ. അതിലുപരി എവിക്റ്റായി വന്നതിന് ശേഷം സ്റ്റേജിൽ വെച്ചിട്ട് ലാലേട്ടൻ പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്, കുറേ വാക്കുകളുണ്ട്. അതെനിക്ക് തോന്നുന്നു എൻ്റെ ലൈഫ് ലോങ് വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ട് ഞാനത് കാണുന്നു. കാരണം ഒരുപാട് പേരോടൊന്നും അങ്ങനെ പറഞ്ഞില്ല എന്ന് പിന്നീട് പലരും പറഞ്ഞപ്പോഴാണ് ഞാൻ അത് റിയലൈസ് ചെയ്തത്. കാരണം ഒരു ആർട്ടിസ്റ്റാണ്, ഡോക്ടറാണ്, കഴിവുള്ള ഒരാളാണ്, സ്നേഹമുള്ള ഒരാളാണ്, ഒറ്റയ്ക്ക് നിന്ന് കളിച്ചു എന്നൊക്കെ ലാലേട്ടൻ പറഞ്ഞപ്പം, നന്നായിട്ട് കളിച്ചു എന്നൊക്കെ ലാലേട്ടൻ പറഞ്ഞപ്പം അത് ഒരുപാട് ഇമ്പാക്റ്റ്ഫുൾ ആണ്. എന്നെ സംബന്ധിച്ച് അതൊരു വലിയൊരു കാര്യമാണ്. പിന്നെ അല്ലാതെ എന്താ, ലാലേട്ടൻ ഭയങ്കര കമ്പനിയാണ്. ലൈക്ക് ഓഫ് സ്ക്രീൻ ആയാലും ലാലേട്ടൻ ഭയങ്കര അടിപൊളിയാണ്. നമ്മുടെ വൈബിലോട്ട് വരുന്ന ഒരാളാണ്, നിൽക്കുന്ന ഒരാളാണ്. എന്തായാലും എപ്പോഴും ഒരു അസറ്റാണ്. നമ്മളെപ്പോഴും നമ്മുടെ ഒരു ജീവിതത്തിലെ ഏറ്റവും വലിയ ഓർമ്മകളിലൊന്നാണ്. നമ്മൾ ജീവിക്കുന്നതിന്റെ മെമ്മറീസ് ആയിട്ടാണ്. ഓക്കെ, അത്ര നല്ല കാര്യം. പിന്നെ എല്ലാവരും നിങ്ങൾ ഓരോരുത്തരും അത് ഞാൻ ഓരോരുത്തരുടെ കാര്യവും ഞാൻ ശരിക്കും നോക്കുന്നു. ഇപ്പൊ സീരിയലിലാണെന്നുണ്ടെങ്കിലും നൂബിൻ ബ്രോയ് ആണെന്നുണ്ടെങ്കിലും അതുപോലെ ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോ ഞാൻ ഈ വണ്ടിയുടെ ഒരു റിവ്യൂ എടുക്കാൻ പോവാണത് നൂബിൻ ബ്രോയും ബിന്നിയാന്ന് പറഞ്ഞു. നൂബിൻ ചേട്ടനെ എനിക്കറിയാം. നൂബിൻ ചേട്ടന് ഒരുപാട് ഫാൻസ് ഉണ്ട്. കുടുംബവിളക്ക് കാണുന്ന ഒരുപാട് അമ്മമാരും ചേച്ചിമാരും എല്ലാരും ഒരുപാട് ഫാൻസ് ഉണ്ട്. ശരിക്കും കുടുംബ പ്രേക്ഷകരുടെ അടുത്ത ഏറ്റവും വലിയ ആള് തന്നെയാണ്. ഓക്കെ, സന്തോഷം. അത് എനിക്കിപ്പോ നമ്മുടെ ഫോണിനൊരു കുഴപ്പമുണ്ട്. നമ്മൾ എന്താണോ പറയുന്നത് അത് നമ്മളെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. എനിക്ക് ഏറ്റവും കൂടുതൽ കാണിക്കുന്ന നൂബിൻ ബ്രോന്റെ കുറച്ച് സീരിയലിന്റെ കട്ടിങ്സ്, ഡോക്ടർ ബിന്നിയുടെ കട്ടിങ്സ്, അത് അങ്ങനെ എല്ലാം ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കണം. പിന്നെ എനിക്ക് പിന്നീട് പുതിയ അപ്ഡേറ്റഡ് റീലുകളെല്ലാം കിട്ടാം. സോ ഹാപ്പി. അത് ചേട്ടൻ ഞങ്ങളെ പറ്റി സെർച്ച് ചെയ്തുകൊണ്ട് ഗൂഗിളിൽ നിന്ന് മനസ്സിലായിട്ടാണ്. എനിക്ക് കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് വണ്ടി ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ വണ്ടിയെ സ്നേഹിക്കുന്നവർ ഇഷ്ടമാണ്. പ്രത്യേകിച്ച് നിങ്ങളെപ്പോലുള്ള ഒരു കപ്പിള് വണ്ടിയെ കുറിച്ച് പറയുമ്പോൾ അത് മോർ പ്രഷ്യസ് അല്ലേ? ശരിയല്ലേ? അപ്പം എന്തായാലും നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് ആണ് പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പം താങ്ക്സ് പറയാണ്. താങ്ക് യു സോ മച്ച് ഡോക്ടർ ബിന്നിയോട്. താങ്ക് യു. ഓക്കെ, ഓൾറൈറ്റ്. നമുക്ക് ചെറിയ ബ്രേക്ക്. ഹാപ്പി ഒന്ന് കട്ട് ചെയ്യണം.